വയറ് കുറിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ? എങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ചോറിന് പകരമായിട്ടും വൈകിട്ട് ഡിന്നറിന് ചപ്പാത്തിക്ക് പകരമായിട്ടും എടുക്കാൻ പറ്റിയ വയറ് നല്ല ഫില്ലിംഗ് ആയിരിക്കുന്ന ഒരു ഹെൽത്തി സാലഡ് റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് കൊടുക്കാനായിട്ട് ഡ്രസ്സിങ് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ സമയം കളയാതെ എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. ഞാൻ ഇവിടെ ഒരു പകുതി കഷ്ണം സവോള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പകുതി കഷ്ണം കുക്കുംബർ എടുത്തിട്ടുണ്ട്. അത് നന്നായി കനം കുറഞ്ഞ് അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. കുക്കുംബറിലൊക്കെ 95% വാട്ടർ കണ്ടന്റും ഹൈ ഫൈബറും അടങ്ങിയിരിക്കുന്നു. അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തത് ഞാനൊരു ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതും നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ഈ വെജിറ്റബിൾസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ പച്ചയ്ക്ക് എടുത്ത് കഴിക്കുന്നത് കൊണ്ട് തന്നെ നന്നായി കഴുകണേ. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഇട്ട വെള്ളത്തിലോ ഒക്കെ നമ്മൾ മുക്കി വെച്ച് നന്നായി കഴുകിയെടുക്കണേ. അടുത്തത് നമ്മൾ ഒരു മാതള നാരങ്ങയാണ് ചേർത്തിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ തക്കാളി കുരു കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. ആ കുരു അതിലിരിക്കുമ്പോൾ ആകെ ജ്യൂസി ആയി പോവും. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ കുരുഭാഗം കളഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് കൊടുക്കാനായിട്ട് നമുക്കൊരു ഡ്രസ്സിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പുളിയില്ലാത്ത നല്ല തൈര്, കട്ട തൈരാണ്. പുളിയില്ലാത്തത് തന്നെ എടുക്കണേ, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് കിട്ടുക. അതിലേക്ക് ഒരു ഞെക്ക് നാരങ്ങ ഞാൻ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ സ്പൂൺ ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒലീവ് ഓയിലാണ്. ഇനി അത് ഒലീവ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കൂടി ചേർത്ത് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റായോ എന്ന് നോക്കണം. ഇതിൽ പുളിയുടെ അളവ് കൂടാനും പാടില്ല. പുളിയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഇത് മൊത്തം കൊളാവും, ഈ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ പുളിയുടെയും ഉപ്പിൻ്റെയും മധുരത്തിൻ്റെയും എല്ലാം ടേസ്റ്റ് നോക്കിയിട്ട് വേണം ഇതിൻ്റെ അളവെടുക്കാനായിട്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്തണം. ഞാനിവിടെ തേൻ ചേർക്കാത്തത് പൊമിഗ്രാൻഡിൽ കുറച്ച് മധുരമുണ്ട്, അതുകൊണ്ട് അതിൽ നിന്ന് എനിക്ക് മധുരം കിട്ടും. അതുകൊണ്ട് ഞാൻ അതിൽ തേൻ ചേർത്തിട്ടില്ല. നിങ്ങൾ ചേർക്കുമ്പോൾ വെജിറ്റബിൾസ് എടുക്കുന്നതിനനുസരിച്ച് മാറ്റം വരുത്തണം. ഇതിൽ മധുരം ഇല്ലെങ്കിൽ ഒരു മധുരത്തിനായിട്ട് ഒരു തുള്ളി തേൻ കൂടി ചേർത്ത് കൊടുക്കണേ. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഓരോ ബോള് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വയറും വണ്ണമൊക്കെ കുറയും. ആവശ്യമില്ലാതെ ഈ ചോറും ചപ്പാത്തിയും ഒക്കെ കഴിച്ച് നമ്മൾ അൺഹെൽത്തി ആയിരിക്കുന്നേക്കാളും ഏറ്റവും നല്ലത് ഇതുപോലുള്ള സാലഡ് പ്രിപ്പയർ ചെയ്ത് വെച്ച് അത് ഒരു നേരം കഴിക്കുന്നതായിരിക്കും. വൈകിട്ട് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇതിൻ്റെ കൂടെ ചെറിയ രീതിയിൽ എക്സസൈസും വെയിറ്റിനനുസരിച്ചുള്ള വെള്ളം കൂടി കുടിച്ചാൽ നമ്മൾ പെട്ടെന്ന് തന്നെ വണ്ണം കുറയുന്നത് കാണാം, വയറും ചുരുങ്ങി വരുന്നത് കാണാം. അപ്പോൾ അവസാനം ഇതിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസ് ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് 2 ആൾക്ക് കഴിക്കാനുള്ള അളവിലാണ് എടുത്തിരിക്കുന്നത്. ഈ വെജിറ്റബിൾസിനൊന്നും ഇത്ര അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിന് എടുക്കാം. എൻ്റെ ചാനലിൽ ഒരുപാട് വെയിറ്റ് ലോസ് റെസിപ്പീസുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനലിലൊന്ന് കയറി നോക്കി കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ നിങ്ങൾ നമ്മുടെ ഫാമിലിയിൽ ആദ്യമായിട്ടാണെങ്കിൽ, എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ കൂട്ടത്തിൽ വരുന്ന ആ ബെൽ ബട്ടണിൽ ഓൾ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ശരി എന്നാൽ.